കാറിന്റെ ഉള്ളിൽ കയറിയിട്ട് ഗ്ലാസ് നന്നായി പൊക്കി AC-യുള്ള കാറ്, അതിന്റെ ഉള്ളിൽ കിടക്കുന്ന മനുഷ്യനെ പുറത്തുനിന്ന് വിളിച്ചാൽ കേൾക്കുവോ? അതേപോലെ തന്നെ അതിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യം പുറത്തറിയോ? അഥവാ ആ കാര്യം കാണാൻ കഴിഞ്ഞാലും ശബ്ദം കേൾക്കൂലല്ലോ, വായു കടക്കാതെ ശബ്ദം കേൾക്കൂലല്ലോ. അപ്പൊ ഖബറിലുള്ള മനുഷ്യനെ നമ്മൾ വിളിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞാൽ അദ്ദേഹം കേൾക്കുമോ? സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഒരു സംശയം മുസ്ലിമീങ്ങൾക്കുണ്ടാകേണ്ടതില്ല. കാരണം കേൾക്കുന്നത് എന്തുകൊണ്ടാണ്? അതേ വായു ഉള്ളത് കൊണ്ട് കേട്ടുകൊള്ളണം എന്നില്ല, കാതുള്ളത് കൊണ്ട് കേട്ടുകൊള്ളണം എന്നില്ല. കേൾപ്പിക്കുന്നവൻ അല്ലാഹുവാണ്. അതേ, ഇന്നക ലാ തുസ്മിഉൽ മൗതാ വമാ അൻത ബിമുസ്മിഇൻ ഫിൽ ഖുബൂർ. അതേ, കേൾപ്പിക്കുന്നത് ആരാണ്? അതാരുമല്ല, അല്ലാഹുവാണ്. ഇന്നല്ലാഹ യുസ്മിഉ മൻ യശാ. അല്ലാഹു ഉദ്ദേശിച്ചവരെ അല്ലാഹു കേൾപ്പിക്കുന്നു. അതുകൊണ്ടാണ് കാതുള്ള ചിലർക്ക് കാത് കേൾക്കുന്നില്ല, കാതുള്ളതുകൊണ്ട് കേട്ടോളണമെന്നില്ല. കാത് കേൾക്കാനുള്ളൊരു ഉപകരണമാണെന്ന് മാത്രമേ ഉള്ളൂ. സുഹൃത്തുക്കളെ, നാവുള്ളത് കൊണ്ട് സംസാരിച്ചു കൊള്ളണമെന്നില്ല, കണ്ണുള്ളത് കൊണ്ട് കണ്ടുകൊള്ളണമെന്നില്ല. കേൾപ്പിക്കുന്നവൻ അല്ലാഹുവാണ്, കാണിക്കുന്നവൻ അല്ലാഹുവാണ്. എന്തിനധികം പറയണം? അദ്ഹക വ അബ്കാ. ചിരിപ്പിക്കുന്നവൻ അല്ലാഹുവാണ്, കരയിപ്പിക്കുന്നവൻ അല്ലാഹുവാണ്. എല്ലാം അല്ലാഹുവിങ്കിൽ നിന്നാണെന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. ആകയാൽ ഖബറിന്റെ സമീപത്ത് എന്ന് അസ്സലാമു അലൈക്കും യാ വലിയല്ലാഹ് എന്ന് പറഞ്ഞാലും, അതേപോലെ തന്നെ അസ്സലാമു അലൈക്കും യാ അബീ എന്ന് ബാപ്പനെ വിളിച്ച് പറഞ്ഞാലും, ഹദീസിൽ വന്നതുപോലെ അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ഖുബൂർ, ഖബറാളികളെ അസ്സലാമു അലൈക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വിളിച്ചിട്ട് സലാം പറഞ്ഞ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നമുക്ക്. അത് അന്ധവിശ്വാസമല്ല. അതേ, കേൾക്കാത്ത ആളുകളെ വിളിക്കുകയല്ല. ആ ഖബറിൽ കിടക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നു, ഇന്നഹു ലയസ്മഉ ഖർഅ നിആലിഹിം. നിങ്ങളുടെ ചെരുപ്പിന്റെ ശബ്ദം പോലും ഖബറിലുള്ളവർ കേൾക്കുന്നു കേട്ടോ. ഖബറിലുള്ളവർക്ക് കേൾവിയുണ്ട്. എന്നാൽ എല്ലാവരുടെ കേൾവിയും ഒരുപോലെ അല്ലല്ലോ. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് ലോക മുസ്ലിമീങ്ങൾ മുഴുവനും അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് സർവ്വ നിസ്കാരത്തിലും വിളിച്ച് സലാം പറയുന്നു. ഓ നബിയേ, അങ്ങേക്ക് സലാം. അത് എവിടെ വെച്ച് പറഞ്ഞാലും എത്ര ആളുകൾ പറഞ്ഞാലും അതേ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് പറയുമ്പോ അവിടുന്ന് പറയാണ്, മാമിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ വറദ്ദല്ലാഹു റൂഹി ഫഅർദ് അലൈഹി സലാം. ആര് എവിടെ വെച്ച് എനിക്ക് സലാം പറഞ്ഞാലും എനിക്ക് ആ സലാം അടക്കാനുള്ള സംവിധാനം എന്റെ റബ്ബ് ചെയ്തു തന്നിട്ടുണ്ടാകും. അങ്ങനെ ഞാൻ നിങ്ങളെ സലാം അടക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. നമ്മൾ മൗലിദ് ഓതുന്ന സമയത്ത് യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാതുല്ലാഹി അലൈക്കും എന്ന് ചൊല്ലുമ്പോൾ മദീനയിൽ കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സലാം അടക്കുന്നു. അതുപോലെ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, രാവിലെ സുബഹിന്റെ സമയത്ത് പാവപ്പെട്ട ഒരു ഉമ്മാമ നന്നായി തണുത്ത് വിറക്കുന്ന സമയം അല്ലാഹുവിനെ സ്നേഹിച്ചും അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിച്ചും നിസ്കരിക്കാൻ എഴുന്നേറ്റ് വന്ന് അല്പം ചൂടുവെള്ളമെടുത്ത് അതാ വിറക്കുന്നുണ്ട്, ഒതുവെടുത്ത് അതാ ഖിബിലയിലേക്ക് തിരിഞ്ഞ് ആ ഉമ്മാമ നിസ്കരിക്കുമ്പോൾ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു, ഓ നബിയെ അങ്ങേക്ക് സലാം.
എന്നാ ഉമ്മാമ പറയുമ്പോ മദീനയിൽ വെച്ച് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേൾക്കുന്നു, വഅലൈഹിസ്സലാം, നിനക്ക് സമാധാനമുണ്ടാകട്ടെ എന്ന് അവിടുന്ന് തിരിച്ചു പറയുന്നു. അതുപോലെ സലാം ചൊല്ലുന്നവരോടൊക്കെ പറയുന്നു. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിക്കട്ടെ, ഒരു തിരക്കിലും ഒരു നേരത്തെ നിസ്കാരവും ഖളായി പോകാൻ പാടില്ല. കാരണം നിസ്കാരം അല്ലാഹുമായുള്ള സംഭാഷണമാണെന്നതിന്റെ പുറമെ അവന്റെ ഹബീബിനെ വിളിച്ച് സലാം പറയുകയും കൂടി ചെയ്യുന്നൊരു കർമ്മമാണ് നിസ്കാരം. സുബ്ഹാനല്ലാഹ്, സലാം പറയൽ നിർബന്ധമുള്ള ഒരേ ഒരു വ്യക്തി അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. മറ്റുള്ളവർക്ക് സലാം പറയൽ സുന്നത്ത് മാത്രമാണ്. ഇനി ആരെങ്കിലും ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ അങ്ങോട്ട് സലാം മടക്കൽ നിർബന്ധമാണ് എന്നല്ലാതെ അങ്ങോട്ട് സലാം പറയൽ വുജൂബ് എന്ന ഒരു മസ്അല ഇല്ലല്ലോ. മിമ്പറിൽ കയറിയ ഖതീബ് പോലും സലാം പറയൽ നിർബന്ധമില്ല, സുന്നത്താണ്. അദ്ദേഹം വരുമ്പോൾ വഴിക്കുള്ളവർക്കും സലാം പറയുന്നത് സുന്നത്താണ്. വാളെടുത്ത് കൊടുക്കുന്ന മുക്രിക്കാക്കും അസ്സലാമു അലൈക്കും പറയുന്നത് സുന്നത്താണ്. പക്ഷെ ഒരു മസ്അല ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. മിമ്പറിൽ വെച്ച് സലാം ചൊല്ലുന്ന ഇമാം സലാം ചൊല്ലിയാൽ അദ്ദേഹം കേൾക്കുന്ന വിധത്തിൽ മടക്കൽ സദസ്സിലുള്ളവർക്ക് നിർബന്ധമാണ്. ഒരാളെങ്കിലും അദ്ദേഹം കേൾക്കുന്ന വിധത്തിൽ മടക്കിയിട്ടില്ലെങ്കിൽ പള്ളിയിൽ വന്ന മുഴുവൻ ആളുകളും കുറ്റക്കാരാണ്. ഒരാളെങ്കിലും ഉറക്കെ വഅലൈക്കും സലാം മിമ്പറിൽ കേൾക്കുന്ന രൂപത്തിൽ മടക്കണം. ഏകദേശ പള്ളിയിലും വളരെ പതുക്കെ എല്ലാവരും മടക്കി ഒപ്പിക്കലാണ്. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം, എല്ലാവരും കുറ്റക്കാരാവും. സലാം പറഞ്ഞാൽ കേൾക്കുന്ന വിധത്തിൽ മടക്കണം. അത് ആര് എപ്പോ പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. ചിലരുണ്ടല്ലോ അസ്സലാമു അലൈക്കും പതുക്കെ, അങ്ങോട്ട് കേൾക്കാത്ത രൂപത്തിൽ വഅലൈക്കും അസ്സലാം. എനിക്ക് സലാം പറഞ്ഞില്ല, ഞാൻ മടക്കുകയും ചെയ്തിന്. അങ്ങനെയാ പറ്റൂല. മറിച്ച് സലാം മടക്കുന്നത് കേൾക്കണം. ഇമാമിങ്ങൾ എത്രത്തോളം പറഞ്ഞു എന്നറിയോ? ഒരാൾ ഓടിപ്പോകുമ്പോ സലാം പറഞ്ഞാല് കേൾപ്പിക്കാൻ വേണ്ടി പിന്നാലെ ഓടണോ എന്ന് വരെ ഇമാമികൾ ചർച്ച ചെയ്തിട്ടുണ്ട്. കാരണം കേൾപ്പിക്കൽ നിർബന്ധമാണ്. അപ്പൊ ഏതായിരുന്നാലും ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറയുമ്പോൾ അത് സമീപത്ത് വെച്ചായിട്ടില്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് കേൾക്കുകയും മടക്കുകയും ചെയ്യുന്നു. എല്ലാവരും ഒരുപോലെയല്ലല്ലോ സുഹൃത്തുക്കളെ. ഇതുപോലെ ഹദീസിൽ നമുക്ക് കാണാം, ഒരാൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, ഞാനൊരു സ്ഥലത്ത് ടെന്റ് കെട്ടിയുണ്ടാക്കി, അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഫൈദാഹു ഖബറു ഇൻസാനിൻ, അതൊരു വ്യക്തിയുടെ ഖബറാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അതേ യഖ്റഉ ഫീ സൂറത്ത് തബാറക, അദ്ദേഹം ഖബറിൽ നിന്ന് തബാറക സൂറത്ത് ഓതുന്നത് ഞാൻ കേട്ടു നബിയേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഖബറിൽ നിന്ന് പറയുന്നത് എങ്ങനെ ഇങ്ങോട്ട് കേൾക്കുക എന്ന് ചോദിച്ചോ? ഇല്ല, കാരണം എല്ലാവരെ കേൾവിയും ഒരുപോലെയല്ല. അത് സഹാബിയാണ്, അദ്ദേഹത്തിന് അല്ലാഹു തആല കറാമത്ത് മുഖേന ഖബറിലുള്ള ആ ഖുർആനോത്ത് കേൾപ്പിച്ചു കൊടുത്തതാണ്. അത് നബിതങ്ങൾക്ക് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഖബറിൽ വെച്ച് കേൾക്കൂല, അത് അന്ധവിശ്വാസമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. കാരണം എല്ലാവരെ കേൾവിയും ഒരുപോലെയല്ല. മറിച്ച് അവിടുന്ന് പറഞ്ഞത് എന്താണ്? തിൽക്കൽ മുൻജിയത്തു തുൻജീഹി മിൻ അദാബിൽ ഖബരി, ആ സൂറത്ത് ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന സൂറത്താണ്. അത് അദ്ദേഹം ഖബറിൽ വെച്ച് ഓതുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോടും എല്ലാ മുഅ്മിനീങ്ങളോടും പറയട്ടെ, നമ്മൾ മഗ്രിബായി കഴിഞ്ഞാൽ ഉറങ്ങുന്നതിന് മുമ്പ് തബാറക സൂറത്ത് ദിവസേന ഒന്നോതണം. അങ്ങനെ ഓതിയാൽ ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഖബറാളിയെ ഖബറിൽ വെച്ചാൽ, മരിച്ചവരകളെ ഖബറിൽ വെച്ചാൽ അവിടെ വെച്ചൊരു തബാറക സൂറത്ത് ഓതുന്നത് പുണ്യമുണ്ട്. ഖബറിൽ വെച്ചതിന് ശേഷം ഒരു തബാറക സൂറത്ത് ഓതുന്നത് പുണ്യമുണ്ട്. അത് പല ഇമാമികളും വിശദീകരിച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകാം.
സുഹൃത്തുക്കളെ, ഖബറിലുള്ളവർക്ക് കേൾക്കാൻ കഴിയും, ഖബറിലുള്ളവരെയും കേൾക്കാൻ കഴിയും. പക്ഷെ എല്ലാവർക്കും എല്ലാം കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഖബറകത്തുസ്താദെ കുറവാക്കി കണ്ടാരെ, ഖബറിങ്കൽ നിന്നിട്ട് നീക്കിച്ച് വെച്ചോവർ. മഹാനായ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് സ്വന്തം ഉസ്താദിന്റെ കൈക്ക് അപകടമുള്ളതായി ഖബറിലുള്ള സംഗതി മേലെ നിന്ന് കാണാൻ മഹാനവറുകൾക്ക് കഴിഞ്ഞു. അവിടെ വെച്ച് നീണ്ട പ്രാർത്ഥന നടത്തി അവിടുന്ന് ആ കൈ ശരിപ്പെടുത്തി കൊടുത്തു. പടച്ചവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ കൈ ശരിയാക്കി കൊടുത്തു. അതാണ് ഖബറകത്തുസ്താദെ കുറവാക്കി കണ്ടാരെ, ഖബറിങ്കൽ നിന്നിട്ട് നീക്കിച്ചി വെച്ചോവർ. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അതേപോലെ തന്നെ സംഭവം ഉണ്ടായല്ലോ. ഖബറിൽ കൊണ്ടുപോയി വെച്ച അവിടുത്തെ ശിഷ്യനായ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിൽ പ്രയാസം അനുഭവപ്പെടുന്നത് അവിടുന്ന് കാണുകയും ഖബറിന്റെ സമീപത്ത് നിന്ന് തസ്ബീഹ് ചൊല്ലുകയും അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നീക്കി കൊടുക്കുകയും ചെയ്തപ്പോൾ തക്ബീർ ചൊല്ലി അവിടുന്ന് സന്തോഷത്തോടെ തിരിച്ചു വരികയും ചെയ്തത് ഹദീസിലുണ്ടല്ലോ. അപ്പൊ ഖബറിലുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പലപ്പോഴും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ മഹാന്മാരായ ആളുകൾക്കും കാണാനും കേൾക്കാനും കഴിയും. കാരണം അമ്പിയാക്കൾക്ക് മുഅ്ജിസത്തായി കൊടുക്കുന്ന അതേ സംഗതി പലതും ഔലിയാക്കൾക്ക് കറാമത്തായി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും. അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസമാണ്.